പഹൽഗാമിലെ മഞ്ഞിന് അന്ന് രക്തത്തിന്റെ നിറമായിരുന്നു. മഞ്ഞു വീണ ആ താഴ്വരയിൽ ഇന്ന് വിരിയുന്നത് പൂക്കളല്ല, വിങ്ങുന്ന ഓർമ്മകളാണ്. അവധിക്കാലം ആഘോഷിക്കാൻ ചിരിച്ചുകൊണ്ടുവന്നവർ ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് വഴുതി വീണ കറുത്ത ദിനം. മനോഹരമായ സ്വപ്നങ്ങളുമായി പഹൽഗാമിലെ ബൈസരൻ വാലിയിലെത്തിയ വിനോദസഞ്ചാരികളുടെ ചോര വീണ മണ്ണിൽ ഇന്ന് ഓർമ്മകളുടെ 1-ാം വാർഷികമാണ്. കൃത്യം ഒരു വർഷം മുൻപ് ഇതേ ഏപ്രിൽ 22-ന് പഹൽഗാമിലെ ചിരികൾ നിലവിളികൾക്ക് വഴിമാറി. 26 ജീവനുകൾ. അതിൽ സ്വന്തം ജീവൻ നൽകി അതിഥികളെ കാക്കാൻ സ്വന്തം നെഞ്ചു കാട്ടിയ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. അതിഥി ദേവോ ഭവ എന്ന് പഠിപ്പിച്ച ഒരു നാടിന്റെ നൊമ്പരമായി നീ മാറിയപ്പോൾ ആ 26 ജീവനുകൾക്ക് വേണ്ടി ഇന്ത്യ വിതുമ്പി. പക്ഷേ ആ കണ്ണുനീരിന് പകരം ചോദിക്കാൻ ഭാരതം വൈകിയില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്ന അഗ്നിവർഷത്തിലൂടെ TRF എന്ന ഭീകരക്കൂട്ടത്തിന് നാം നൽകിയത് മരണത്തിന്റെ മറുപടിയായിരുന്നു. കരഞ്ഞ കണ്ണുകളോടെയല്ല, മറിച്ച് കത്തുന്ന നെഞ്ചുമായാണ് നമ്മുടെ സൈന്യം അന്ന് തിരിച്ചടിച്ചത്. ഇന്ന് പഹൽഗാം വീണ്ടും സജീവമാണ്. പക്ഷെ ആ ഓർമ്മകൾ മായുന്നില്ല. ഭീകരതയ്ക്ക് മാപ്പില്ല. ആ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം. ഓർക്കുക, ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ബൈസരൻ വാലിയിൽ ആക്രമണം നടന്നത് 2025 ഏപ്രിൽ 22. ആക്രമണം നടത്തിയത് TRF ലെഡ് പ്രോക്സി ഗ്രൂപ്പ്. ഇന്ത്യയുടെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ. പ്രധാന വ്യക്തി ജീവൻ ബലി നൽകിയ ഗൈഡ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. 2026 വിശിഷ്ട സേവാ മെഡൽ ലഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ശ്രദ്ധേയയായ കേണൽ സോഫിയ ഖുറൈഷി.